ഇന്ന് നമ്മൾ +2 സയൻസ് ബാച്ചിൻ്റെ കെമിസ്ട്രി റിവിഷൻ ക്ലാസ്സാണ് എടുക്കുന്നത്. നോർമലി നിങ്ങളിപ്പം ആപ്പിലൂടെയും അല്ലാതെ നമ്മൾ യൂട്യൂബ് ക്ലാസ്സസിലൂടെയും ഒക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. ഇതിൻ്റെ ലാസ്റ്റ് ടൈം പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു റിവിഷൻ ക്ലാസ് തരുന്നത്. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെക്ഷൻ ആയിട്ടാണ് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നത്. ഇതുവരെ നിങ്ങൾ അതിൻ്റെ ലോസും തിയറീസും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെ മനസ്സിലാക്കിയെടുക്കാം, നമ്മൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ അതിൽ അപ്ലൈ ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തിക്കാം, അത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും തന്നെ നമ്മൾ പറയുന്നതായിരിക്കും. വിത്ത് എക്സ്പ്ലനേഷനാണ്. അഡീഷണൽ നോട്ട്സ് ഇല്ല. നിങ്ങൾ ഈ ഒരു ക്ലാസ് നന്നായിട്ട് തന്നെ കാണണം. ചെറിയ നോട്ടായിട്ട് എഴുതിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതിന് മുൻപേ നമ്മുടെ മാർക്കിംഗ് സ്കീം നമുക്കൊന്ന് പരിചയപ്പെടാം. ദറ്റ് ഈസ് ഹോൾ ടോട്ടൽ വരുന്നത് നമുക്ക് 80 മാർക്സിനാണ്. ദറ്റ് ഈസ് 80 മാർക്സിന് 43 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുന്നത്. ഇത് എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആണ്, എല്ലാം അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി സെക്ഷൻ എ എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് വരുന്നത്. സെക്ഷൻ ബി എന്ന് പറഞ്ഞിട്ട് 2 സെക്ഷൻ ആയിട്ടായിരിക്കും വരുന്നത്. സെക്ഷൻ എയിൽ 1 മുതൽ 16 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് 4 ഓപ്ഷൻസ് തരും, ശരിയായിട്ടുള്ള ആൻസർ തിരഞ്ഞെടുത്ത് എഴുതുക. രണ്ടാമത് വരുന്നത് 17 മുതൽ 28 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇതിന് 2 മാർക്കാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ആൻഡ് ഫസ്റ്റ് വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് 1 മാർക്കാണ് വരുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിൻ്റെ സബ് പാർട്ടായിട്ട് എ ബി എന്ന് പറഞ്ഞിട്ട് 2 സബ് പാർട്ടായിട്ട് ക്വസ്റ്റ്യൻ വരാം. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൻ്റെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടും. ഇങ്ങനെയായിരിക്കും 17 മുതൽ 28 വരെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം സെക്ഷൻ എ അവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സെക്ഷൻ ബിയിലോട്ടേക്കാണ് വരുന്നത്. സെക്ഷൻ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് വേർഡ്സ് ആയിട്ട് എഴുതാൻ പറ്റിയതാണ്. അതായത് 29 മുതൽ 37 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എഴുതേണ്ടത്. ഒരു 30 to 50 വേർഡ്സിൽ എഴുതാം. അത് ഓരോ ക്വസ്റ്റ്യൻസിനനുസരിച്ച് ഇത് മാറാം കേട്ടോ. അപ്പം ചെറിയ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ എഴുതിയെടുക്കാം. ഇതിന് 2 മാർക്കാണ് 29 മുതൽ 37 വരെയുള്ള ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി 38 മുതൽ 41 വരെയുള്ള ക്വസ്റ്റ്യന് 50 to 80 വേർഡ്സിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഇതും ഡിപ്പെൻഡ്സ് ഓൺ ക്വസ്റ്റ്യൻ, അതിൽ വേരിയേഷൻ വരാം. ഇതിൻ്റെ ഇടയിലൊക്കെ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റുന്നത്. ഇനി അവസാന 2 ക്വസ്റ്റ്യൻസ് 42 ആൻഡ് 43, 2 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. 5 മാർക്ക് ഈച്ച് ആണ് വരുന്നത്. അത് കുറച്ചധികം നമുക്ക് സബ്ജക്റ്റീവ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ 80 മുതൽ 120 വരെ വേർഡ്സിൽ എഴുതാൻ പറ്റുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു എക്സാമിനേഷൻ പേപ്പർ മാർക്കിംഗ് സ്കീം വരുന്നത്. അപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി നമുക്ക് ഇതിൽ നേരെ തന്നെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സിലേക്ക് കടക്കാം. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്മൾ ആൻസറിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്നാണ്. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് തരുന്നത്. അതുകൊണ്ടാണ് ക്ലാസ് കാണണം, നോട്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നത് വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി മാസ് ഓഫ് ആൻ ആറ്റം. അതായത് ഒരു ആറ്റത്തിൻ്റെ മാസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫൈനൽ എക്സാം എഴുതുന്ന എല്ലാ പിള്ളേരും ഒരു ക്വസ്റ്റ്യൻ ഒറ്റ തവണ വായിച്ചിട്ട് ആൻസർ ചൂസ് ചെയ്യാൻ പോകരുത്. 2 തവണ വായിക്കാം, മനസ്സിലായില്ലെങ്കിൽ 3ാമതും വായിക്കാം. അപ്പം അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ്റെ കേസിലാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് ടൈം വായിച്ച കാര്യമായിരിക്കില്ല, 3rd ടൈം നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും കാര്യം മനസ്സിലേക്ക് കടന്നു വരും. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരുന്നതായിരിക്കും. അപ്പം ക്വസ്റ്റ്യൻ ഒറ്റ തവണയല്ല, വീണ്ടും വായിച്ചിട്ട് ക്ലാരിഫൈ ചെയ്യണം. നമ്മളിപ്പം ചൂസ് ചെയ്യുന്ന ആൻസർ കറക്റ്റ് ആണല്ലോ, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തുള്ളതാണ് ഇതായിരിക്കുമെന്ന്. അങ്ങനെ 2ഉം 3ഉം തവണ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാക്കിയെടുക്കണം. അപ്പം ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ആറ്റത്തിൻ്റെ മാസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, ശരിയായത് തിരഞ്ഞെടുത്താൽ മതി. അതിന് മുൻപേ നിങ്ങൾക്കറിയാം, ഒരു ആറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ട്, റിവോൾവിങ് ഓർബിറ്റ്, അതിൽ ഇലക്ട്രോൺസ് ഉണ്ട്. ആൻഡ് ഈ ഒരു സെൻട്രൽ ഓർബിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രോട്ടോണും
ന്യൂട്രോൺസും ആണ് ന്യൂക്ലിയസിൽ വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു ആറ്റം സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ആറ്റത്തിൻ്റെ മാസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓൺലി പ്രോട്ടോണിനെ മാത്രം, ഓൺലി ന്യൂട്രോൺസ് ആണോ, ആൻഡ് ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ന്യൂക്ലിയസ് ആയി അല്ലേ. അപ്പം നമുക്കിവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെ ചെയ്യാം, അതായത് നമുക്കറിയാം ഒരു ആറ്റത്തിൻ്റെ മാസ് പ്രൈമറിലി ഡിറ്റർമൈൻ ചെയ്യുന്നത് ബൈ ദ ന്യൂക്ലിയസ്. അപ്പോൾ ഈ ഒരു ന്യൂക്ലിയസിൽ എന്താണ് കണ്ടെയ്ൻ ചെയ്യുന്നത്, വിച്ച് കണ്ടെയ്ൻസ് ദി പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് അല്ലേ. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്, ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഓക്കെ അല്ലേ. ഇൻ കേസ് ഇലക്ട്രോണിൻ്റെ ഇവിടെ എന്താണ്, ഈ ഇലക്ട്രോണിന് ഈ ഒരു ആറ്റത്തിൽ നെഗ്ലിജിബിൾ മാസ്സാണ് വരുന്നത്. അപ്പം എന്നിരുന്നാൽ പോലും ഇലക്ട്രോൺ ഈ ഒരു ഓവറോൾ മാസ് എനർജി ഇക്വിവാലൻസിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ആയി അല്ലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Increasing order, lowest first for the values of specific charge ആണ് E/m എന്ന് പറയുന്നത്. For electron, proton, neutron and alpha particle. എന്താണ് ക്വസ്റ്റ്യൻ, അതായത് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ആൽഫ പാർട്ടിക്കിൾ 4 കാര്യങ്ങൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇൻക്രീസിങ് ഓർഡർ ഏറ്റവും ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള സ്പെസിഫിക് ചാർജ് കുറവുള്ളതിനെയാണ് ഫസ്റ്റ് എഴുതേണ്ടത്. ആൻഡ് ഏറ്റവും കൂടുതലുള്ളതിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എഴുതണം. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെയാണ്. ഇതിനനുസരിച്ചായിരിക്കും E/m വാല്യൂ എന്താവുന്നത്, കൂടുന്നത്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാം, ഇതിന് നമുക്ക് എന്താണ് നമ്മൾ പഠിച്ച കാര്യം എങ്ങനെയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരുന്നത് E/m വാല്യൂ ആണ്. E എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ചാർജ് ബൈ മാസ്. അപ്പം ഈ ഓരോ 4 കാര്യത്തിൻ്റെ ഇലക്ട്രോൺ ആണെങ്കിലും പ്രോട്ടോൺ ആണെങ്കിലും ന്യൂട്രോൺ ആൻഡ് ആൽഫ പാർട്ടിക്കിൾ ആയാലും ചാർജ് ബൈ മാസ് കാണണം. എന്നാലും നമുക്കൊരു അത് ആൻസർ കിട്ടും. ആ ഒരു ആൻസറിൻ്റെ ബേസിസിലായിരിക്കണം ഇവരെ ഓർഡർ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ചാർജ് ബൈ മാസ് എന്താണെന്ന് അറിയണം ഓരോന്നിൻ്റെയും. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു തരാം. ന്യൂട്രോണിൻ്റെ കേസ് എടുക്കാം ഫസ്റ്റ്. ന്യൂട്രോണിൻ്റെ കേസിൽ എന്താണ് എല്ലാവർക്കും അറിയാം, അതിൻ്റെ ന്യൂട്രോണിൻ്റെ ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രൽ ചാർജാണ്. അപ്പോൾ അത് 0 ആയിരിക്കും വരുന്നത്. അപ്പോൾ ചാർജ് കിട്ടി. ആൻഡ് ഡിവൈഡഡ് ബൈ ന്യൂട്രോണിൻ്റെ മാസ് വരുന്നത് 1.675 into 10⁻⁻27 kg ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് 0 ഒരു നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്നത് 0 ആണ്. അപ്പം ന്യൂട്രോണിൻ്റെ കണ്ടുപിടിച്ചു നമ്മൾ, അതിൻ്റെ E/m വാല്യൂ കണ്ടുപിടിച്ചു, 0 ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് കേസ് എന്താ, നെക്സ്റ്റ് നമുക്ക് പ്രോട്ടോണിൻ്റെ കേസ് നോക്കാം. പ്രോട്ടോണിൻ്റെ കേസിൽ നോക്കുന്നതാണെങ്കിൽ അതിൻ്റെ ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.6 into 10⁻⁻19 C ആണ്. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു ചാർജ് എല്ലാം ഇപ്പം നിങ്ങൾ നോട്ട് എഴുതുന്നതാണെങ്കിൽ മനസ്സിലാവും അല്ലേ. ഇൻ കേസ് ഇതിൽ ഓരോ ഇങ്ങനെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ പ്രോട്ടോണിൻ്റെ ചാർജ് അല്ലെങ്കിൽ മാസ് അത് പിക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. അപ്പം ഈ ഒരു എക്സ്പ്ലനേഷനിലൂടെ നിങ്ങൾക്ക് കുറച്ചധികം പോയിൻറ്റ്സും കൂടെ കിട്ടുന്നുണ്ടല്ലോ. അപ്പം ഇത് പ്രോട്ടോണിൻ്റെ ചാർജ് വരുന്നത് 1.6 into 10⁻⁻19 ആണ്. ഇനി ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ മാസ് ആണ്. മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.673 into 10⁻⁻27 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് വരുന്നത്. ആൻസർ എന്താണ് ഇവിടെ വരുന്നത്, ദാറ്റ് ഈസ് ഞാൻ തന്നെ ഇവിടെ പറയാം. 9.58 into 10⁻⁷ കൂളോം പെർ കിലോഗ്രാം kg ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പം നമുക്ക് പ്രോട്ടോണിൻ്റെയും കിട്ടി. ഇനി 2 എണ്ണം കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളൂ. ദാറ്റ് ഈസ്
നമുക്ക് ആൽഫ പാർട്ടിക്കിളിൻ്റെ എന്താണെന്ന് നോക്കാം. ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് വരുന്നത് 3.2 ഇൻറ്റു 10⁻⁻⁻19 C കൂളോം ഡിവൈഡഡ് ബൈ ഇതിൻ്റെ മാസ് ഉണ്ടല്ലോ 4 ടൈംസ് പ്രോട്ടോണിൻ്റെ മാസാണ്. അതായത് പ്രോട്ടോണിൻ്റെ മാസിനേക്കാളും 4 ടൈംസ് ആണ് ഇതിൻ്റെത് വരുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6.645 ഇൻറ്റു 10⁻⁻27 ആണ്. അപ്പോൾ 4 ടൈം പ്രോട്ടോണിൻ്റെ മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. 4 ഇൻറ്റു ഈ ഒരു വാല്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽഫ പാർട്ടിക്കിളിന് കിട്ടുന്നത് 4.8 ഇൻറ്റു 10⁻⁷ C/kg. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ നമുക്കിവിടെ 3 എണ്ണത്തിൻ്റെ കിട്ടി. ഇനി അവസാനമായിട്ട് ഇലക്ട്രോണിൻ്റെ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഇതിന് ഞാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ വാല്യൂസ് ഓരോന്നും എഴുതി വെക്കാം. ന്യൂട്രലിൻ്റെ എത്രയാണ് വരുന്നത്? 0 ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതിയതാണല്ലോ, ഞാനൊന്ന് ഇറേസ് ചെയ്യാണ്, നമുക്ക് സ്പേസ് വളരെ കുറവാണ്. അപ്പം ന്യൂട്രോണിൻ്റെ വരുന്നത് 0 ആണ് അല്ലേ? പ്രോട്ടോണിൻ്റെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. ദറ്റ് ഈസ് 9.58 ഇൻറ്റു 10⁻⁷ ആണ് പ്രോട്ടോണിൻ്റെ വരുന്നത്. ഇനി ആൽഫ പാർട്ടിക്കിളിൻ്റെ കേസിൽ എന്താ വരുന്നത്? ദറ്റ് ഈസ് 4.8 ഇൻറ്റു 10⁻⁷. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇനി അവസാനമായിട്ട് ഇലക്ട്രോൺ മാത്രമേ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളൂ. ഇലക്ട്രോണിൻ്റെ ഒന്ന് കണ്ടു നോക്കാം. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് വരുന്നത് 1.6 ഇൻറ്റു 10⁻⁻19 ആണ്. അത് ഡിവൈഡഡ് ബൈ അതിൻ്റെ മാസാണ്. മാസ് വരുന്നത് 9.109 ഇൻറ്റു 10⁻⁻31 ആണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ, ഈ സ്പെസിഫിക് ചാർജ് വാല്യൂ, അത് വരുന്നത് 1.67 ഇൻറ്റു 10⁻11 C/kg ആയിരിക്കും. സ്പെസിഫിക് ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്? കൂളോം പെർ കിലോഗ്രാം ആണ്. അപ്പം ഈ ഒരു ഇലക്ട്രോണിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി അല്ലേ? ഇനി ഈ വാല്യൂസിനെയാണ് നമ്മൾ ലോവസ്റ്റ് ടു ഹയസ്റ്റ് ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ തന്നെ നോക്കാം, ഇതിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതേണ്ടത്. ലോവസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ഈ 4 എണ്ണത്തിലും ഏതാണ് വരുന്നത്? ദറ്റ് ഈസ് എല്ലാവർക്കും അറിയാം അല്ലേ? 0 ആണ് വരുന്നത്. അപ്പം 0 ആണ് ലോവസ്റ്റ് വാല്യൂ വരുന്നത്. ദറ്റ് ഈസ് 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് N ആണ് അല്ലേ? ന്യൂട്രോൺ ആണ് അവിടെ വരുന്നത്. ഇനി അടുത്തതായിട്ട് ഏതാ വരുന്നത്? ഏറ്റവും ചെറിയ വാല്യൂ. ഇവിടെ ഏറ്റവും ചെറിയ വാല്യൂ ആയിട്ട് പിന്നീട് നിങ്ങൾക്ക് കാണുന്നത് ഏതാണ്? ഇവിടെ നോക്കൂ, നമുക്കതിൻ്റെ പവർ നോക്കണം അല്ലേ? പവർ ഏറ്റവും വലുതായിട്ട് വരുന്നത് 10⁻11 ആണ്. പിന്നെ പവേഴ്സ് 10⁻7ഉം 10⁻7ഉം തന്നെയാണ് വരുന്നത്, പ്രോട്ടോണോ ആൽഫ പാർട്ടിക്കിളോ. പക്ഷേ ഇൻ കേസ് അപ്പോൾ അതിൻ്റെ മൾട്ടിപ്പിൾ നോക്കിക്കഴിഞ്ഞാൽ പ്രോട്ടോണിൻ്റെ ആണ് ആൽഫേനേക്കാളും കുറച്ചും കൂടെ വലുതായിട്ട് അല്ലേ? 9.58 ഇൻറ്റു 10⁻7 അല്ലേ? 4.8 ഇൻറ്റു 10⁻7 വലുത്. അപ്പോൾ എന്തായിരിക്കും നെക്സ്റ്റ് വരുന്നത്? ആൽഫ പാർട്ടിക്കിൾ ആയിരിക്കും. പിന്നെ എന്തായാലും പവർ വെച്ചിട്ട് പി തന്നെയാണ് വരുന്നത്, പ്രോട്ടോൺ വരുന്നു. ആൻഡ് അറ്റ് ലാസ്റ്റ് ആണ് നമ്മുടെ ഈ ഒരു ഇലക്ട്രോണിൻ്റെ വരുന്നത്. അത് 1.76 ഇൻറ്റു 10⁻11 ആണ് വരുന്നത്. അപ്പോൾ എന്താണ് കിട്ടുന്നത്? ന്യൂട്രോൺ, ആൽഫ പാർട്ടിക്കിൾ, പ്രോട്ടോൺ, ഇലക്ട്രോൺ. അതാണ് ഇതിൻ്റെ E/m വാല്യൂ. അപ്പോൾ ഇതിൽ ആൻസർ ഏതാ വരുന്നത്? ഫസ്റ്റ് ആണ് വരുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇങ്ങനെയായിരിക്കും അതിൻ്റെ ആ ഒരു ലോവസ്റ്റ് ടു ഹയസ്റ്റ് വരെ വരുന്ന E/m വാല്യൂ എന്ന് പറഞ്ഞാലോ കേട്ടോ. ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ഓരോന്നിൻ്റെയും മാസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കണം കേട്ടോ, ചാർജും.
നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ അയോണൈസേഷൻ എൻതാൽപ്പി ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇസ് 1.312 ഇൻറ്റു 10⁻6 ആണ് കേട്ടോ. ഇത് 10⁻6 J mol raised to -1 ആണ്. The energy required to excite the electron in the atom from n equal to 1 to n equal to is 2 is എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതായത് നമുക്ക് രണ്ട് സ്റ്റേറ്റ് ഉണ്ട്. n equal to 1 എന്ന് പറഞ്ഞിട്ടുള്ള എനർജി ലെവലിൽ നിന്ന് n equal to 2 എന്ന് പറഞ്ഞിട്ടുള്ള എനർജി ലെവലിലേക്ക് ഇലക്ട്രോൺസിനെ എക്സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് 1 എന്ന് പറഞ്ഞുള്ള ഈ ഒരു എനർജി ലെവലിൽ നിന്ന് 2 എന്ന് പറഞ്ഞ എനർജി ലെവലിലേക്ക് ഇലക്ട്രോണിനെ എക്സൈറ്റ് ചെയ്ത് പോകണം. അപ്പോൾ അവിടെ കിട്ടുന്ന ആ ഒരു എനർജി എന്താണെന്ന് ചോദിക്കുന്നത്. എനർജി എത്ര മാത്രം റിക്വയർ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത് ഈ ഒരു സ്റ്റേറ്റിൽ. അപ്പോൾ നമുക്കിവിടെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അയോണൈസേഷൻ എൻതാൽപ്പി തന്നിട്ടുണ്ട്. ഇത്രയും ഡീറ്റെയിൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഇതിൻ്റെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാര്യം നിങ്ങളിവിടെ അറിഞ്ഞിരിക്കേണ്ടത്, ഒരു ഇലക്ട്രോണിനെ, ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോണിനെ എക്സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജി എവിടെ നിന്നാണ് n equal to 1 എന്ന് n equal to 2 അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് റിഡ്ബർഗ് ഫോർമുല യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ റിഡ്ബർഗ് ഫോർമുല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ En is equal to 1.36 ഇൻറ്റു റിഡ്ബർഗ് ഫോർമുല ഒന്ന് ഓർത്ത് വെച്ചോ, ചിലപ്പം മൾട്ടിപ്പിൾ ചോയ്സിൽ ചോദിക്കാം. 10⁻6 ഇവിടെയും J mol raised to -1 തന്നെയാണ് വരുന്നത്. ഹോൾ ഡിവൈഡഡ് ബൈ n². ഇതാണ് റിഡ്ബർഗ് ഫോർമുല. ഇവിടെ n എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? നമ്മുടെ എനർജി ലെവലാണ്. ഇവിടെ നമുക്ക് രണ്ട് എനർജി ലെവലുണ്ട്, n equal to 1 ഉണ്ട്, n equal to 2 ഉണ്ട്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു റിഡ്ബർഗ് ഫോർമുല യൂസ് ചെയ്തിട്ട് രണ്ട് എനർജി ലെവൽസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വാല്യൂ നിങ്ങൾ ശ്രദ്ധിച്ചോ, 1.36 ഇൻറ്റു 10⁻6 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ, ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് അയോണൈസേഷൻ എനർജി ഓഫ് ഹൈഡ്രജൻ ആണ് ഈ ഒരു വാല്യൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം റിഡ്ബർഗ് ഫോർമുല നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമുക്ക് n equal to 1 എനർജി കാൽക്കുലേറ്റ് ചെയ്യണം, പിന്നെ കൂടാതെ n equal to 2 അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് n equal to 1 എനർജി ഫോർമുല നമുക്ക് നോക്കാം. n equal to 1 എനർജി ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? ദാറ്റ് ഈസ് E1 എന്ന് കൊടുക്കാം. n 1 ആണല്ലോ, അപ്പോൾ നമുക്ക് എങ്ങനെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാം? E1 എന്ന് പറഞ്ഞിട്ട്. അതെന്താണ്? നമുക്ക് നോർമലി സ്റ്റാൻഡേർഡ് അയോണൈസേഷൻ എനർജി തന്നിട്ടുണ്ട് കേട്ടോ. നേരത്തെ എനിക്ക് മറന്നുപോയാൽ -13.6 ഇൻറ്റു 10⁻6 ആണ് കേട്ടോ. ഹോൾ ഡിവൈഡഡ് ബൈ, ഇവിടെ n എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആണല്ലേ വരുന്നത്, അപ്പോൾ 1² ആണ് ഇവിടെ വരുന്നത്. നമ്മുടെ നോർമൽ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് നമ്മൾ പുട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ആൻസർ കിട്ടുന്നത്? ഒബ്വിയസ്ലി മോൾ കാണുന്ന ആ ഒരു വാല്യൂ തന്നെ ആയിരിക്കും. ഡിവൈഡ് ചെയ്യുന്നത് 1 കൊണ്ടാണല്ലോ, അപ്പോൾ -13.6 ഇൻറ്റു 10⁻6 J mol raised to -1 എന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഈ 1 വാല്യൂ കിട്ടി. ഇനി ഈ 2 നോക്കാം. അതായത് n equal to 2 എക്സൈറ്റ് ചെയ്ത് പോകേണ്ട സ്റ്റേറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു സ്റ്റേറ്റിലെ റിഡ്ബർഗ് ഫോർമുല വെച്ച് നോക്കാം. -13.6 ഇൻറ്റു 10⁻6 ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ് വരുന്നത്? ഇവിടെ 2 ആണ് n എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിൻ്റെ പൊസിഷനിൽ, അപ്പോൾ 2² എന്ന് പറയും. 2² എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അവസാന ആൻസർ -3.4 ഇൻറ്റു 10⁻6 J mol raised to -1 അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഫോർമുല കിട്ടി. നമ്മൾ n equal to 1 2 എനർജി കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും എനർജി ഡിഫറൻസ് നമ്മൾ എടുക്കണം. ഏതാണ്? ഈ ഒരു E1-ൻ്റെയും E2-ൻ്റെ എനർജി ഡിഫറൻസ് എന്താണെന്ന് നോക്കണം. അപ്പോൾ അതാണ് നെക്സ്റ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, എനർജി ഡിഫറൻസിന് നമ്മൾ ∆E ഈക്വൽ ടു അതെങ്ങനെ വരുന്നത്? E2 മൈനസ് ആദ്യത്തെ E2 എക്സൈറ്റ് ചെയ്യേണ്ട സ്റ്റേറ്റ് മൈനസ്
ഗ്രൗണ്ട് സ്റ്റേറ്റ്, അതാണ് വരുന്നത്, ഫസ്റ്റ് സ്റ്റേറ്റാണ് വേണ്ടത്. അപ്പോൾ E2 മൈനസ് E1 ആണ്. അപ്പം E2 നമുക്ക് നേരത്തെ കിട്ടിയ ഫോർമുല എന്തായിരുന്നു? ദറ്റ് ഈസ് മൈനസ് 3.4 ഇൻറ്റു 10⁻6 ആയിരുന്നു. ദാറ്റ് ഈസ് മൈനസ് E1 എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് 13.6 ഇൻറ്റു 10⁻6 ആണ് വരുന്നത് അല്ലേ. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10.2 ഇൻറ്റു 10⁻6 J (-1) ആയിരിക്കും. അപ്പം നമുക്ക് ഇവിടെ തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ അതിൻ്റെ ഡിഫറൻസും മനസ്സിലാക്കി. ഇനി നമുക്കറിയാം അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ്റെ അയോണൈസേഷൻ എൻതാൽപ്പി 1.312 ഇൻറ്റു 10⁻6 ആണെന്ന്. ഇനി നെക്സ്റ്റ് നമ്മൾ ആ ഒരു എൻതാൽപ്പി വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഫസ്റ്റ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് അതിൻ്റെ റേഷ്യോ ഇൻറ്റു ഈ ഒരു അയോണൈസേഷൻ എൻതാൽപ്പി, അങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ദറ്റ് ഈസ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി റിക്വയർ ഫ്രം ഈ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ ഡെൽറ്റ ഇ, ഈ ഒരു ഡിഫറൻസ് അത് ഡിവൈഡഡ് ബൈ അയോണൈസേഷൻ എനർജി, സ്റ്റാൻഡേർഡ് അയോണൈസേഷൻ എനർജി, ഇതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോ ഉപയോഗിച്ച് നമ്മുടെ ഈ ഒരു അയോണൈസേഷൻ എൻതാൽപ്പി വെച്ച് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കും എന്താണ് നമുക്ക് ഈ ഒരു N1 നിന്ന് N2ലേക്ക് ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാവുന്ന എനർജി എന്ന് പറയുന്നത്. അവിടെ എടുക്കുന്ന ആ ഒരു എനർജി എത്രയാണ് അതെന്താണെന്ന് ഇങ്ങനെയായിരിക്കും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്താ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്? എനർജി റിക്വയർ ഫോർ N = 1 ആൻഡ് N = 2. എത്ര എനർജിയാണ് റിക്വയർ ചെയ്യുന്നത്? 10.2. അതാണ് ഇവിടെ കാണിക്കുന്നത് അല്ലേ. അതായത് ഒന്നാമത്തെ സ്റ്റേറ്റിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റേറ്റിലേക്ക് പോകാനുള്ള എനർജി അതാണ് 10.2 എന്ന് പറയുന്നത്. ഇതിൻ്റെ റേഷ്യോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതാണ് 10.2. ഇനി നമുക്കത് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് അയോണൈസേഷൻ എനർജി ദാറ്റ് ഈസ് 13.6, അത് ഇൻറ്റു എൻതാൽപ്പി ഓഫ് ഹൈഡ്രജൻ ആറ്റം, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എൻതാൽപ്പി. അപ്പോൾ എന്താ കിട്ടുന്നത്? 1.312 ഇൻറ്റു 10⁻6. അപ്പോൾ ഇങ്ങനെയാണ് ഫോർമുല വരുന്നത്. ഇതൊക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 9.84 ഇൻറ്റു 10⁵ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഈ ഒരു 9.84 ഇൻറ്റു 10⁵ J (-1) ഓപ്ഷനിലുണ്ടോ നോക്കൂ, ഉണ്ടല്ലേ. അത് നമ്മുടെ ബി ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ആൻസർ എന്താണ്? ബി ആണ് ഇത് ആൻസർ ആയിട്ട് വരുന്നത്. ഇത്രയും സിമ്പിളാണ്. ഇൻ ടേംസ് നിങ്ങളതൊന്ന് നല്ല രീതിയിലൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി വേറൊരു കാര്യം, നാലാമത്തെ ക്വസ്റ്റ്യനാണ് വരുന്നത്. ഇതിൽ കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ടാവും. ഒരു ചാപ്റ്റർ തന്നെ എൻ്റർലി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ആദ്യം ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. How many number of orbitals could be present in the following set of quantum numbers? N = 3, L = 1, ML = 0. ഇത് L ആണ് കേട്ടോ. ML = 0. അപ്പോൾ ഇവിടെ എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? അതായത് എത്ര ഓർബിറ്റൽ പ്രസൻ്റ് ആണെന്നാണ് നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ക്വാണ്ടം നമ്പേഴ്സിൽ. ക്വാണ്ടം നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതായത് ഒരു സെറ്റ് ഓഫ് 4 integers required to define an electron completely in an atom are called quantum numbers. അതായത് ഒരു ഇലക്ട്രോണിൻ്റെ ഒരു ആറ്റത്തിലെ ഇലക്ട്രോണിനെ കംപ്ലീറ്റ്ലി ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന 4 ഇൻറ്റിജേഴ്സ് തന്നെയാണ്, സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സിനെയാണ് നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. നമുക്ക് 4 എണ്ണം വരുന്നത്, ഒന്ന് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്, രണ്ടാമത് വരുന്നത് അസിമുത്തൽ അല്ലെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ, ആൻഡ് തേർഡ് വൺ വരുന്നത് നമുക്ക് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറാണ്, ആൻഡ് ഫോർത്ത് വൺ സ്പിൻ ക്വാണ്ടം നമ്പർ. അപ്പോൾ 4 ക്വാണ്ടം നമ്പേഴ്സാണ് വരുന്നത്. അപ്പോൾ ഇത് ഓരോന്ന് എന്താണ് നിങ്ങൾ ക്ലാസ്സസൊക്കെ കണ്ടതാണ് എന്തൊക്കെയാണ് എന്ന്. എന്നിരുന്നാൽ കൂടെ ഞാനൊരു കുറച്ചും കൂടെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളുടെ ഫൈനൽ പ്രിപ്പറേഷൻ ആണല്ലോ ഈ ഒരു റിവിഷൻ ക്ലാസ് എന്ന്. അപ്പോൾ അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം.
നമുക്ക് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ n എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു ആറ്റം എടുക്കുന്നതാണെങ്കിൽ സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ടാവും, അതിന് എനർജി ലെവൽസ് ഉണ്ടാവും അല്ലേ, ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇനി ന്യൂക്ലിയസിൽ പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺസ് ഉണ്ട്, ഓർബിറ്റലിലായിരിക്കും ഇലക്ട്രോൺസ് ഉണ്ടാവുന്നത്. ഇതിൽ ഈ ഒരു ന്യൂക്ലിയസിൻ്റെ തൊട്ട് അടുത്ത് എടുക്കുന്ന ഈ ഒരു ഓർബിറ്റൽ ഉണ്ടാവുമല്ലോ, അതാണ് n=1, ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഓർബിറ്റൽ. അപ്പം ഇവിടെ ലോവർ എനർജി ആയിരിക്കും വരുന്നത്. ആൻഡ് രണ്ടാമത് വരുന്ന ഓർബിറ്റൽ എന്തായിരിക്കും, n=2 ആയിരിക്കും വരുന്നത്. ആൻഡ് അതിൻ്റെ മുകളിലായിട്ട് വരുന്നത് n=3. ഇനിയും ഒന്നും കൂടെ വരുന്നതാണെങ്കിൽ n=4. ആ ഒരു ഫോമാറ്റിലായിരിക്കും. n=1 നമ്മൾ കെ ഷെൽ എന്ന് പറയും. രണ്ടാമത്തേന് n=2 എൽ ഷെൽ, n=3 എം ഷെൽ. ഇങ്ങനെയാണ് ഇതിൻ്റെ നെയിംസ് വരുന്നത്. ഇതൊക്കെ നിങ്ങൾ ക്ലാസ് കണ്ടതായിരിക്കും. അപ്പോൾ ഈ ഒരു n-നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്. അപ്പോൾ ഈ ഒരു n-നെയാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത് n=3 ആയിട്ട് വരുന്നത്. അപ്പോൾ അത് ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത് നമുക്ക് അറിയേണ്ടത് L എന്നാൽ എന്തെന്നാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു മെത്തേഡ് പറയാം. നമ്മളിപ്പം n-നെ കണ്ടുല്ലോ, n എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കെ ഷെല്ലുണ്ട്. കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ n=1 ആണ് കേട്ടോ. എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ. അപ്പോൾ ഇത്രയും ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽസ് ഉണ്ട്. ഇനി നമുക്ക് എല്ലിനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എല്ലിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം കൊടുത്തിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, SPDF എന്ന് പറഞ്ഞ് സബ്ഷെല്ലുണ്ട് അല്ലേ, ഓരോ സബ്ഷെല്ലുണ്ട്. ഇനി ഈ ഒരു സബ്ഷെല്ല് എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ എന്നാണ് ഇതിൻ്റെ നെയിം വരുന്നത്. എസ് ആണെങ്കിൽ 0 ആയിരിക്കും വരുന്നത്. പി ആണെങ്കിൽ ഇത് സിംപ്ലസ്റ്റ് മെത്തേഡാണ് ഞാൻ പറയുന്നത്, 1 ആയിരിക്കും വരുന്നത്. ഡി സബ്ഷെല്ലാണെങ്കിൽ 2 ആയിരിക്കും വരുന്നത്. ആൻഡ് എഫ് സബ്ഷെല്ലാണെങ്കിൽ 3 ആയിരിക്കും വരുന്നത്. ഇതാണ് വാല്യൂസ് വരുന്നത് എന്നിൻ്റെ. ഓക്കെ, അപ്പം ഈ ഒരു ഇത് ഒന്ന് കമ്പൈൻ ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ n=3 ആയിട്ട് വരുന്ന n=3 എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3, ദറ്റ് ഈസ് ഫസ്റ്റ് വൺ n=1 എന്താണ്, കെ ഷെല്ലാണ്. n=2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാണ്. n=3 ഇവിടെ ഇതാ എമ്മിൻ്റെ ഇവിടെ. അപ്പോൾ ഇതാണ് n=3 എന്ന് പറയുന്നത്, മൂന്നാമത്തെ എനർജി ലെവൽ. അത് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താ നോക്കേണ്ടത്, എല്ലാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പറാണ് നോക്കേണ്ടത്. l=1 ആയിട്ടുള്ളത് ഇവിടെ ഈ ഒരു പിക്ചറിൽ l=1 ആയിട്ടുള്ളത് നിങ്ങൾ എവിടെയാണ് കാണുന്നത്, ദറ്റ് ഈസ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പി ആണ് അല്ലേ. അപ്പം നമുക്ക് കിട്ടി, സബ്ഷെല്ലും കിട്ടി. എനർജി ലെവൽ തേർഡിലെ സബ്ഷെല്ലായിട്ടുള്ള പി ഓർബിറ്റലിലാണ് ഇപ്പം ആളിരിക്കുന്നത്. ഓക്കെ, ഇനി അവസാനം വരുന്നത് എം സബ്സ്ക്രിപ്റ്റ് എൽ =0 ആണ്. അപ്പം ML എന്താണെന്ന് നമുക്ക് നോക്കണം. ML ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ 0, 1, 2, 3 എന്നാണ്. അപ്പം എല്ലിൻ്റെ റേഞ്ച് എങ്ങനെയാണ്, ആദ്യം 0 ആയിരിക്കും ഒബ്വിയസ്ലി ഉണ്ടാവുന്നത് കേട്ടോ. അത് എല്ലിൻ്റെ റേഞ്ച് കാണുന്നത് നമ്മൾ n-1 എന്ന രീതിയിലാണ് കേട്ടോ. n-1 എന്നൊരു ഫോമാറ്റിലാണ് ഇതൊക്കെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പറയാം n-1. ഫസ്റ്റ് ഷെല്ല് 1 ആണെങ്കിൽ നമുക്കിവിടെ കൊടുത്തു നോക്കാം. 1 - 1 0 ആണ്. അപ്പം ആ ഒരു 0 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി 2 ആണെങ്കിൽ എന്താണ്, 2 - 1 വരും. അതെന്താണ്, 1 ആണ്. അതാണ് പി ഓർബിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് 0, 1, 2 വെറുതെ ഞാൻ വാല്യൂസ് ഇട്ട് കൊടുത്തല്ല, ഇങ്ങനെ ആ ഒരു രീതിയിലാണ് 0, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് അസിമുത്തൽ ക്വാണ്ടം നമ്പർ വരുന്നത്. ഇനി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറാണ്, ദാറ്റ് ഈസ് ML എന്ന് പറയുന്നത്. ഇത് സബ്സ്ക്രിപ്റ്റ് ML ആണ് കേട്ടോ. ML എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. അപ്പോൾ ML എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ റേഞ്ച് വരുന്നത് -L to +L വരെയാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ML ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റത്തുള്ള എല്ലിൻ്റെ കേസിൽ, അതായത് എസ് ഓർബിറ്റലിൽ നോക്കാം.
ഇവിടെ സീറോൻ്റെ മൈനസ് ആൻഡ് പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതെന്തായിരിക്കും, സീറോ തന്നെ ആയിരിക്കും അല്ലേ, വേറെ കാര്യങ്ങൾ പറയാനില്ല. ഇനി രണ്ടാമത്തെ പി ഓർബിറ്റലിൻ്റെ കേസിൽ നോക്കാം. അതിൻ്റെ ML മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്താണ്? പി ഓർബിറ്റലിൽ ഇവിടെ 1 ആണ് വാല്യൂ വരുന്നത്. അപ്പോൾ -1 മുതൽ എന്താണ് +1 വരെ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആരുണ്ട്? സീറോ ഉണ്ട് അല്ലേ. അതിന് 3 ഓർബിറ്റൽ എവിടെ? പി സെപ്ഷനിൽ പ്രസൻ്റ് ആയിരിക്കും. ഇനി മൂന്നാമത് വരുന്നത് ഡി ഓർബിറ്റലാണ്. ഡി ഓർബിറ്റലിൽ 2 ആണ് വാല്യൂ വരുന്നത് നമ്മുടെ അസിമുത്തലിൻ്റെ. അപ്പം 2 ഈ ഒരു ഇൻ്റർവെല്ലിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, -2 to +2 വരെ അല്ലേ. ഇപ്പം -2ൻ്റെ ഇടയിൽ എത്ര കാര്യമുണ്ട്? -1 ഉണ്ട്, 0 ഉണ്ട്, 1. അപ്പം 5 ഓർബിറ്റൽ എവിടെ എന്താണ് നമ്മുടെ ഡി സബ്ഷനിൽ പ്രസൻ്റ് ആണ്. ഇതേ കേസ് തന്നെയാണ് എഫിൽ വരുന്നത്, -3 മുതൽ +3 വരെ. ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 7 ഓർബിറ്റിൽ പ്രസൻ്റ് ആയത് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് N ഫൈൻഡ് ഔട്ട് ചെയ്ത് നമ്മൾ L ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന മനസ്സിലായി ML എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഡിസ്ക്രൈബ്സ് ദി സൈസ് ഓഫ് ദി ഇലക്ട്രോൺ വേവ്. എന്താണ്? ഇലക്ട്രോൺ വേവിൻ്റെ സൈസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ യൂസ് ചെയ്യുന്നത്. എത്ര സൈസിലാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്? ഇൻ്റഗ്രൽ വാല്യൂസ് ആയിട്ടുള്ള 1, 2, 3 എക്സെട്ര അങ്ങനെയായിരിക്കും വരുന്നത്. പിന്നെ ആണെങ്കിൽ എന്താണ് ഷെല്ലായിട്ട് KLMN ഷെൽ എന്ന രീതിയിലാണ്. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ തന്നെ ചോദിക്കാം നിങ്ങളോട്, എന്താ സൈസ് ഓഫ് ദി ഇലക്ട്രോൺ ഡിഫൈൻ ചെയ്യുന്നത് ഏത് ക്വാണ്ടം നമ്പറാണ്. അപ്പോൾ എന്താണ് സൈസ് ഡിഫൈൻ ചെയ്യുന്നത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. ഓക്കെ. ഇനി അസിമുത്തൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? ഇറ്റ്സ് ഡിസ്ക്രൈബ്സ് ദി ഷേപ്പ് ഓഫ് ദി ഇലക്ട്രോൺ. ആ ഒരു ഇലക്ട്രോണിൻ്റെ ഷേപ്പ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഏതാണ്? അസിമുത്തൽ ക്വാണ്ടം നമ്പറാണ്. അതിൻ്റെ റേഞ്ച് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂസ് എവിടെ മുതൽ എവിടെ വരെയാണ്? അതായത് 0 മുതൽ n-1 വരെയാണ് ഇതിൻ്റെ വാല്യൂ പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് വരുന്നത് ML ആണ്, അതായത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഈ ഒരു മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറിയൻറ്റേഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറാണ് ML. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് വരുന്നത് എന്താണ്? -L to L വരെയാണ്. 0 ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് കേട്ടോ. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അഫ്ബോ പ്രിൻസിപ്പിൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അതായത് നിങ്ങളറിയാലോ ഇവിടെ ഞാനിതൊന്ന് ഇറേസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് N എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ KLMN ഷെല്ലുണ്ട്. L എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? SPTF. ദാറ്റ് ഈസ് 0, 1, 2, 3 ആൻഡ് ML. ML 0 വരുന്നുണ്ട്, -1, 0, 1 ആൻഡ് -2, -1, 0, 1, 2. ഇത് 7 എഴുതുന്നുണ്ട് കേട്ടോ, -3 to +3 വരെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് അടക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ N = 3, L = 1, M = 1, ML = 0. ഇത്രയും ക്വാണ്ടം നമ്പേഴ്സിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഓർബിറ്റൽസ് എത്ര ഓർബിറ്റൽ അതിൽ പ്രസൻ്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഒന്ന് നമുക്ക് നോക്കി നോക്കിയാലോ. അതായത് N = 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ എമ്മിലാണ് വരുന്നത്, ഇവിടെയാണ് N = 3 വരുന്നത് അല്ലേ. അപ്പം ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി L = 1. L = 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് വരുന്നത്? ഇവിടെയാണ് വരുന്നത്, അതായത് പി ഓർബിറ്റലിൽ. തേർഡ് എനർജി ലെവലിൽ പി ഓർബിറ്റലിൽ ML = 0 ആണെന്ന് പറയുന്നത്. ML = 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് വരുന്നത്? അതായത് പി ഓർബിറ്റലിൻ്റെ നേരെയാണ് നോക്കേണ്ടത്, അല്ലാതെ വേറെ എവിടെയും നോക്കരുത്. പി ഓർബിറ്റലിൽ 0, ഇവിടെ എന്താണ് 0 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു പി ഓർബിറ്റലിൽ ഓൾ ടോട്ടൽ 3 ഓർബിറ്റ്സ് ഉണ്ട് അല്ലേ. അതിൻ്റെ ഉള്ളിൽ 3 ഓർബിറ്റ്സ് ഉണ്ട്, അതിൽ 0 ആണ് വരുന്നത്. അപ്പോൾ ഈ ഓർബിറ്റലിൽ ഇൻക്ലൂഡഡ് ആണിത്. അതുകൊണ്ട് ഇവിടെ എന്താണ് ഒരു ഓർബിറ്റലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ 1 ആണ്. ഇനിയിപ്പോൾ നിങ്ങളിവിടെ നോക്കൂ,
M1 = 0, അതിൻ്റെ കൂടെ -1 എന്ന് കൂടെ പറയുമ്പോൾ എന്താണ്, ഇവിടെ ഹോൾ ടോട്ടൽ 3 ഓർബിറ്റൽ ഉണ്ട്, ഇതിൽ 2 ഓർബിറ്റലിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ആൻസർ 2 ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനനുസരിച്ച് വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മാറ്റങ്ങളും പ്രതീക്ഷിക്കാം കേട്ടോ. നമുക്ക് വേറൊരു എന്താണ് ക്വസ്റ്റ്യനും കൂടെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. n = 3 തന്നെ, l = 2 ആണെന്ന് കൊടുക്കാം. M1 = 0 -1 0 +1 ഇങ്ങനെയാണ് വാല്യൂസ് ഒന്ന് നോക്കാം. അപ്പോൾ n = 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ വരുന്നത് അല്ലേ, തേർഡ് എനർജി ലെവലിൽ. അപ്പോൾ ഇതായിരിക്കും വരുന്നത്. l = 2 ആണ്. l = 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ l 2 കാണുന്നത് എവിടെയാണ്, ഇവിടെ, അതായത് d ഓർബിറ്റൽ, തേർഡ് എനർജി ലെവലിൽ d ഓർബിറ്റൽ. ml = -1 0 1, അപ്പോൾ എവിടെയാണ് -1 0 1. അപ്പോൾ 3 ഓർബിറ്റൽ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എത്ര വരും, 3. അപ്പോൾ അങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഓർബിറ്റലിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ആ ഒരു mlൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഓർബിറ്റും കൂടും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇവിടുന്ന് പഠിക്കാം. കൊള്ളുന്നത് ദറ്റ് ഈസ് 2 ഇലക്ട്രോൺസിനെയാണ് അല്ലേ കെ ഷെല്ലിൽ കിട്ടുന്നത്. ആൻഡ് എൽ ഷെല്ലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ 8 ഇലക്ട്രോൺസിനെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും. ആൻഡ് എം ഷെല്ലിലാണെങ്കിൽ 18 ഇലക്ട്രോൺസിനെ ഒക്യുപ്പൈ ചെയ്യാം. എൻ ഷെല്ലും 32 ഇലക്ട്രോൺസിനെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതെങ്ങനെയാണ് 32 2 8 18 32 എന്നൊക്കെ കിട്ടുന്നത്? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, നമുക്കറിയാം എസ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസിനെ ഒക്യുപ്പൈ ചെയ്യാം, 2 ഇലക്ട്രോൺസിനെ ഒക്യുപ്പൈ ചെയ്യാം അല്ലേ. പി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇവിടെ സ്പിന്ന് വരച്ചു കഴിഞ്ഞാൽ 2 ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യാം, ഒരു അപ്വേർഡ് ഡിറക്ഷനിലേക്കും ഡൗൺവേർഡ് ഡിറക്ഷനിലേക്കും. അതായത് പോസിറ്റീവ് സ്പിന്നും ഉണ്ടാവും ആൻഡ് നെഗറ്റീവ് സ്പിന്നും. അപ്പോൾ സ്പിൻ ക്വാണ്ടം നമ്പേഴ്സ് ഇവിടെയാണ് വരുന്നത്. ആൻഡ് പി ഓർബിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് 3 പി സബ്ഷെല്ലിൽ 3 ഓർബിറ്റൽസ് ഉണ്ടാവും. അതായത് ഇത് 1 2 1 2 2 അങ്ങനെ 6 എണ്ണമായിരിക്കും ഇത് ഒക്യുപ്പൈ ചെയ്യുന്നത്, 6 ഇലക്ട്രോൺസിന്. ഡി സബ്ഷെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ഇലക്ട്രോൺസിനെ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് 5 ആയിട്ട് വരും. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ ചെയ്യാം, 5 വരും. ഓക്കെ, എഫിലാണെങ്കിൽ ഇത് 14 ആയിരിക്കും. ഇവിടെ 7 ഇത് ഓർബിറ്റൽസ് വരുന്നതായിരിക്കും. ഓക്കെ, ഇനി എങ്ങനെ 2 and 8 18 32 കിട്ടിയെന്ന് നോക്കാം നമുക്ക്. അതായത് നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കെ ഷെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒൺലി എസ് എന്ന് മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് n = 1 എസ് മാത്രമേ, എസ് സബ്ഷെല്ല് മാത്രമേ ഉൾക്കൊള്ളുന്നുള്ളൂ. ഇനിയിപ്പോൾ n = 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്സും പിയും ഉൾക്കൊള്ളുന്നുണ്ട്. അതായത് ഇവിടെ 2 എന്ന് കാണിക്കുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ ഓർത്താൽ മതി, 2 എന്നുള്ളതിനെ കൊണ്ട് എസ്സും പി എന്ന് പറഞ്ഞാൽ 2 സബ്ഷെല്ല് ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്നതെന്ന് ഓർക്കാം, ഒരു ചെറിയൊരു ടിപ്പായിട്ട്. ഇനി മൂന്നാമത് വരുന്നത് മൂന്നാമത്തെ ലെവൽ ഷെല്ലാണ്. മൂന്നാമത്തെ ലെവൽ ഷെല്ലിൽ 3 സബ്ഷെല്ല് ഉൾക്കൊള്ളുന്നത് നോക്കാം. ദാറ്റ് ഈസ് എസ് ഉണ്ട്, പി ഉണ്ട് ആൻഡ് ഡി, 3 സബ്ഷെല്ല്. ആൻഡ് നാലാമത് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ആണ്. അപ്പം 4 സബ്ഷെല്ലും ഉൾക്കൊള്ളുന്നുണ്ട്, എസ് എൻ പി എൻ ഡി എഫ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇതെങ്ങനെ കിട്ടിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിവിടെ നോക്കൂ, n = 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് സബ്ഷെല്ല് മാത്രമേ ഉൾക്കൊള്ളുന്നുണ്ട് അല്ലേ. അപ്പോൾ എസ് സബ്ഷെല്ലിൽ എത്രയാണ് ഇലക്ട്രോണിനെ ഒക്യുപ്പൈ ചെയ്യുന്നത്, 2 ഇലക്ട്രോൺ. അതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ കെ ഷെല്ലിൽ 2 ഇലക്ട്രോണിനെ ഒക്യുപ്പൈ ചെയ്യാൻ കഴിയുന്നത്. ഇനി എനർജി ലെവൽ 2 ഒന്ന് എടുത്ത് നോക്കും. എനർജി ലെവൽ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്സും പിയും കൂടെ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എസ്സും പിയിലും എത്ര ഇലക്ട്രോൺസ് വീതമാണ് ഉള്ളത്, എസ്സിൽ 2 എണ്ണം ഉണ്ട്, പിയിൽ 6 എണ്ണം ഉണ്ട്. അങ്ങനെ ഹോൾ ടോട്ടൽ എത്രയാണ്, 8 വരുന്നത്. അതുകൊണ്ടാണ് എൽ ഷെല്ലിൽ നമ്മൾ 8 ഇലക്ട്രോൺസ് പറ്റുന്നുണ്ടെന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം നിങ്ങൾ, എനർജി ലെവൽ 3 എസ് പി ഡി 3
സബ്ഷെല്ലിനെ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ കൂടെ പ്ലസ് ചെയ്യണം. ഇത് 2 + 6 + 10 ഹോൾ ടോട്ടൽ എത്ര വരുന്നത് 18. അതാണ് എം ഷെല്ലിലെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ഇനി എഫ് n = 3 നോക്കുന്നതാണെങ്കിൽ 4 സബ് ഷെല്ല് ഉൾക്കൊള്ളുന്നുണ്ട്. S, P, D, F സബ് ഷെല്ല് ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ അതിലെ ഇലക്ട്രോൺസ് ഒക്കെ ആഡ് ചെയ്ത് കിട്ടുകഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 32 ആയിരിക്കും. അതുകൊണ്ടാണ് എൻ ഷെല്ലിൽ 32 ഇലക്ട്രോൺസിനെ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെയുള്ള ഒരു ഇലക്ട്രോൺസ് എങ്ങനെ ഒക്യുപ്പൈ ചെയ്യുന്നു ഇത്ര വാല്യൂസ് കിട്ടുന്നത് ഈ ഒരു മെത്തേഡ് വഴി നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇനി ഇതിൽ എക്സെപ്ഷൻ കേസൊക്കെ വരുന്നില്ലേ? അപ്പം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യുന്നതാണെങ്കിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് എനർജി ലെവലിൽ ഒക്യുപ്പൈ ചെയ്യാണ്. എനർജി ലെവൽ ഫസ്റ്റ് ആയതുകൊണ്ട് 1 എന്ന് കൊടുത്തു. അതിൽ ഫസ്റ്റ് എനർജി ലെവൽ ആര് മാത്രമാണുള്ളത്? എസ് മാത്രമാണുള്ളത്. എസ്സിൽ എത്ര ഇലക്ട്രോൺസിനെ ഒക്യുപ്പൈ ചെയ്യാം? 2 എണ്ണം. അതുകൊണ്ടാണ് 1s2 എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ എനർജി ലെവലിലേക്ക് പോയി. രണ്ടാമത്തെ എനർജി ലെവലിൽ എസ്സും പിയും വരുന്നുണ്ട്. അപ്പം 2 എനർജി ലെവലിൽ കൊടുക്കാം. 2sഉം 2pയും. മാക്സിമം നമ്പർ എസ്സിൽ എത്രയാണ്? 2 ഒക്യുപ്പൈ ചെയ്യും. പിയിലാണെങ്കിൽ 6 ഒക്യുപ്പൈ. ഇനി മൂന്നാമത്തെ എനർജി ലെവലിലാണെങ്കിൽ നമുക്ക് 3 ഓർബിറ്റൽസ് വരുന്നുണ്ട് അല്ലേ? എസ് വരുന്നുണ്ട്, പി വരുന്നുണ്ട്, ഡി വരുന്നുണ്ട്. മാക്സിമം നമ്പർ എന്ന് വെച്ചാൽ 2, എസ്സിൽ പി 6, ഡിയിൽ ടോട്ടൽ 10 ഇലക്ട്രോൺസിനെ ഒക്യുപ്പൈ ചെയ്യും. പിന്നെ ഇവിടെ വരുന്നത് 4 ആണ് വരുന്നത്. 4s2, 4p6, 4d10, 4f14 അങ്ങനെയാണ്. അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളിങ്ങനെ പഠിച്ചില്ല അഫ്ബോ പ്രിൻസിപ്പിൾ. അപ്പോൾ ഇത് ഇവിടെ ഈ ഒരു അഫ്ബോ പ്രിൻസിപ്പിൾ എനർജി ലെവൽസ് അനുസരിച്ചാണ്. ഫസ്റ്റ് 1s2 ഫില്ലാവും, പിന്നെ 2s2, 2p6, 3s2, 3p6. 3p6 കഴിഞ്ഞാൽ പിന്നെ ചാടുന്നത് 4s2ലേക്കാണ്. അത് കഴിഞ്ഞിട്ടായിരിക്കും 3d8 ഫില്ല് ചെയ്യാൻ നോക്കുക ഇലക്ട്രോൺസിനെ. എന്തുകൊണ്ടാണ് അത് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്നൊക്കെ പ്രതീക്ഷിക്കാം കേട്ടോ, ഇടയിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യം അല്ല വന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ എന്തായിരിക്കും നമുക്കറിയാം. 4s എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് 4s എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി ലെവൽ 4, n = 4 ആണല്ലോ 4 എന്ന് വെച്ചാൽ. എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് ഷെല്ലാണ് വരുന്നത്. അതായത് L ആണ് അല്ലേ? L-നെ L ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ എസ് വരുന്നതിനെ കൊണ്ട് L എത്രയായിരിക്കും? 0 ആണ് വരുന്നത് അല്ലേ? എസ് വരുമ്പോൾ L 0 ആയിരിക്കും. പി വരുന്നതാണെങ്കിൽ 1, ഡി വരുന്നതാണെങ്കിൽ 2 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഹോൾ ടോട്ടൽ ഇത് n+L ചെയ്ത് കഴിഞ്ഞാൽ 4 എന്ന് കിട്ടും. ഓക്കെ. ഇനി നമുക്ക് 3Dൻ്റെ കേസിൽ നോക്കാം. 3D ചെയ്ത് കഴിഞ്ഞാൽ 3D n+L എന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടല്? ഇവിടെ 3rd എനർജി ലെവലിലാണ് അല്ലേ? അപ്പം 3+L ഏതാണ്? ഡി സബ്ഷെല്ലിനെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്നത് 2 ആണ് അല്ലേ? അതിൻ്റെ വാല്യൂ അസിമുത്തൽ വാല്യൂ വരുന്നത് 2 ആണ്. അപ്പോൾ ഇത് കിട്ടുന്നത് 3 + 2 = 5 ആണ്. അപ്പോൾ നമുക്ക് ഹോൾ ടോട്ടൽ 5 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, കമ്പയർ ചെയ്ത് നോക്ക്. ഈ 4ഉം 5ഉം കമ്പയർ ചെയ്ത് നോക്ക്. ഏതാണ് വലുത്? 3D അല്ലേ വലുത്? അതായത് 3Dൻ്റെ വാല്യൂ ആണ് 5 വരുന്നത്. 4sൻ്റെ വാല്യൂ ചെറുതാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ 4s ആദ്യം ഫില്ല് ചെയ്തിട്ട് 3Dയിലേക്ക് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇവിടെ ഫില്ല് ചെയ്യുന്നതിലും ഒരു തരത്തിലുള്ള എന്ത് വരുന്നുണ്ട്? 3D ആൻഡ് 4sൽ ഫില്ല് ചെയ്യുമ്പോഴും ഒരു എക്സെപ്ഷൻ കേസ് വരുന്നില്ലേ അല്ലേ? അതായത് നമ്മുടെ ഈ ഒരു പൊട്ടാഷ്യത്തിൻ്റെ കേസിൽ ഇങ്ങനെ വരുന്നുണ്ട്. ക്രോമിയം ആൻഡ് കോപ്പറിൻ്റെ കേസിൽ, അതായത് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആർഗൺ 4s1 3d5 എന്ന ഫോർമാറ്റിലായിരിക്കും ക്രോമിയത്തിൻ്റെ കേസിൽ വരുന്നത് കേട്ടോ. അത് ഫില്ല് ചെയ്യുമ്പം അതായത് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ആദ്യം 3d5 ആയിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താണ് S1. അപ്പം അതൊക്കെ ഞാൻ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും നമ്മൾ ലാഗ് ചെയ്യിപ്പിക്കുന്നില്ല. ക്രോമിയം കോപ്പറും ആണ് എക്സെപ്ഷൻ കേസിൽ ഇത് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 1 ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. That is, the orientation of atomic orbital is depending on their
അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ 4 ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ചിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മാഗ്നറ്റിക്, സ്പിന്ന്, അസിമുത്തൽ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അപ്പം ഇതിൽ ഈ ക്വാണ്ടം നമ്പേഴ്സിൽ അറ്റോമിക് ഓർബിറ്റലിൻ്റെ ഓറിയൻറ്റേഷനെ പറയുന്നത് ഏതാണെന്നാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ഓറിയൻറ്റേഷന് പറയുന്നത്? ദറ്റ് ഈസ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറാണ് അല്ലേ. സ്പേഷ്യൽ ഓറിയൻറ്റേഷൻ പറയുന്നത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറാണ്. നേരത്തെ അത് പറയുമ്പം ആ ഒരു പോയിന്റ് പറയുമ്പോൾ ഞാൻ ഇതും കൂടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ദറ്റ് ഈസ് എ ബോഡി ഓഫ് മാസ് 10 mg is moving with a velocity of 100 ms wavelength of de Broglie wave associated with it would be not h is equal to 6.63 into 10 raised to minus 34 joules second. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കണം. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നമുക്കിവിടെ മാസും വെലോസിറ്റിയും തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഡി ബ്രോഗ്ലി വേവ് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദറ്റ് ഈസ് ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി ആണ്. ഇത് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എച്ച് ഇവിടെ നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട് 6.63 ഇൻറ്റു 10 റേസ് ടു മൈനസ് 34 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിവൈഡഡ് ബൈ മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 10 mg ആണ്, മില്ലിഗ്രാം എന്നാണ്. അപ്പോൾ 10 ഇൻറ്റു 10 മൈനസ് 6 ഇത് കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം കേട്ടോ. അപ്പം മൈനസ് 6 വരുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഇൻറ്റു വെലോസിറ്റി 100. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഡ ഈസ് ഈക്വൽ ടു ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എത്രയാണ് വരുന്നത്? 6.626 ഇൻറ്റു 10 റേസ് ടു മൈനസ് 31 എന്നാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിത് റൗണ്ട് ചെയ്യാം. 26 ഉള്ളത് 3 ആക്കി മാറ്റാം. ദറ്റ് ഈസ് 6.63 ഇൻറ്റു 10 റേസ് ടു മൈനസ് 31. അപ്പം 6.63 ഇൻറ്റു 10 റേസ് ടു 31 ഏതിലാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി ഇതൊക്കെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്നതാണ് ക്വസ്റ്റ്യൻസ്. ദ കെമിക്കൽ ഫോർമുല ഓഫ് ബേക്കിംഗ് പൗഡർ ഈസ്. ബേക്കിംഗ് പൗഡറിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണെന്ന് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അങ്ങനെ ചില കാര്യങ്ങളുടെയെങ്കിലും കെമിക്കൽ ഫോർമുലാസ് നിങ്ങൾ പഠിക്കേണ്ടതാണ് കേട്ടോ. നോട്ട്സ് നോക്കിയിട്ട് റെഫർ ചെയ്യണം. അപ്പോൾ ഇവിടെ ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാം. ഇതിൽ വലിയ എക്സ്പ്ലനേഷനൊന്നും നമുക്ക് കൊടുക്കാനില്ല. ബേക്കിംഗ് പൗഡറിൻ്റെ കെമിക്കൽ ഫോർമുല വരുന്നത് NaHCO3 ആണ് കേട്ടോ. NaHCO3 അല്ലെങ്കിൽ സോഡിയം ബൈ കാർബണേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇത് വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് എ സ്ക്വയർ പ്ലാനാർ സ്ട്രക്ചർ. അപ്പോൾ ഇതിൽ സ്ക്വയർ പ്ലാനാർ സ്ട്രക്ചർ ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒരു കോംപ്ലക്സ് കോർഡിനേറ്റ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇത് കുറച്ച് പറയാനുണ്ട്. ഈ ഒരു എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആ ഒരു സ്ക്വയർ പ്ലാനാർ സ്ട്രക്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ഹൈബ്രിഡൈസേഷനെ കുറിച്ച് നിങ്ങൾക്കൊരു അറിവുണ്ടായിരിക്കേണ്ടതാണ്. ഇവിടെ നിങ്ങൾ ഈ ഒരു സ്ക്വയർ പ്ലാനാർ സ്ട്രക്ചർ ചെയ്യുമ്പം നമുക്കിവിടെ എന്താണ് ആദ്യം മനസ്സിലാക്കിയെടുക്കേണ്ടത്? ഈ ഒരു സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ് അല്ലേ. ഇവിടെ ഒരു നിങ്ങൾ നോക്കൂ, ഈ ഒരു കോർഡിനേഷൻ കോംപ്ലക്സിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നതാണെങ്കിൽ ആദ്യം നിങ്ങൾ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓരോന്നിൻ്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണെങ്കിൽ ആദ്യം തന്നെ ഈ ഒരു കോർഡിനേഷൻ കോംപ്ലക്സിൽ ഫസ്റ്റ് ഒരു സെൻട്രൽ മെറ്റൽ അയോൺ ഉണ്ടാവും. അതിനെ ബൗണ്ട് ചെയ്തിട്ട് ലിഗാൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ നമുക്ക് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന 3 ഓപ്ഷനിലും കൊടുത്തിരിക്കുന്ന സെൻട്രൽ മെറ്റൽ അയോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റൽ ആറ്റം എന്ന് വെച്ചാൽ നിക്കലാണ് വരുന്നത് അല്ലേ. എല്ലാത്തിലും സെയിം ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിക്കൽ, പക്ഷെ അതിനെ ബൈൻഡ് ചെയ്തിരിക്കുന്ന ലിഗാൻസ് വ്യത്യസ്തമാണ്. ക്ലോറിൻ ഉണ്ട്, കാർബൺ മോണോക്സൈഡ് ഉണ്ട്, സയനൈഡ് ഉണ്ട്. അപ്പം അത് ഓരോന്നും വ്യത്യസ്ത രീതിയിലാണ് ബൗണ്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. 4 ക്ലോറിൻ ആറ്റം ഉണ്ട് ഇവിടെ. കാർബൺ മോണോക്സൈഡും 4 എണ്ണം ഉണ്ട്, സയനൈഡും 4 എണ്ണം ഉണ്ട്. അപ്പം ഇൻ കേസ് ചിലപ്പോൾ ഇത് 6 എണ്ണമായിട്ട് ബൗണ്ട് ചെയ്യാം. സയനൈഡ് 6 എണ്ണം ആക്കിയിട്ടൊക്കെ ബൈൻഡ് ചെയ്ത ആ ഒരു സെൻട്രൽ മെറ്റൽ ആയതുകൊണ്ട് ഇവിടെ ഒക്കെ പ്രോപ്പറാണ്. നടുവിലുള്ള ആ ഒരു ലിഗാൻസ് മാത്രം വ്യത്യസ്തമായിരുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും.
അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഒരു ഭാഗത്ത് നിന്ന് നന്നായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്ന് തറവായിട്ട് ഫൈനൽ എക്സാമിന് പഠിച്ചു പോകണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് എന്താണ്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും നമുക്ക് ഫസ്റ്റിൻ്റെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഫസ്റ്റ് കോംപ്ലക്സിൻ്റെ NiCl4 ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു നമുക്ക് നോക്കാം. അതായത് നിക്കലിൻ്റെ ആണല്ലോ, സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് അതിനെ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം. പ്ലസ് ഇവിടെ എന്താണ്, ക്ലോറിനാണ് വരുന്നത്. ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്, -1 ആണ്. ദാറ്റ് ഈസ് ഇൻറ്റു അത് എത്ര ലിഗാൻസ് ആണ് ഇവിടെ വരുന്നത്, ക്ലോറിൻ 4 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് 4 ഇൻറ്റു -1 എന്ന് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ 2 എന്നാണ്, അത് ബ്രാക്കറ്റിൻ്റെ ഈക്വൽറ്റിൻ്റെ പുറത്തായിട്ട് എഴുതാം, -2. ഇനി നമുക്കിത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് -4 ഈക്വൽ ടു -2. ഓക്കെ, ആൻഡ് എക്സ് ഈക്വൽ ടു എന്താണ്, +2 കിട്ടും. ഇത് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ -2 + 4 വരും, കിട്ടുന്നത് +2 ആയിരിക്കും. എക്സ് ഈക്വൽ ടു +2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടി അല്ലേ. നിക്കലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കോംപ്ലക്സിൻ്റെത് എന്താണ് വരുന്നത്, +2 ആണ് വരുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ഇതിൻ്റെ ലിഗാൻസ് ആണ്. ലിഗാൻഡ് വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണോ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണോ എന്നാണ് രണ്ടാമത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അത് പഠിച്ച് വെക്കണം. രണ്ടാമത്തെ കേസ് പഠിക്കുമ്പോൾ വീക്ക് ഫീൽഡും സ്ട്രോങ് ഫീൽഡും. അപ്പോൾ ഈ ഒരു കേസിൽ നിന്ന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരാം എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു സ്ട്രക്ചർ, ഇത് സ്ക്വയർ പ്ലാനാർ ആണോ അല്ല ടെട്രാഹെഡ്രൽ ആണോ ഇത് വരുന്നതിന്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഷോർട്ട് ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ 4 ലിഗാൻസ് തമ്മിൽ സെൻട്രൽ മെറ്റൽ അയോണുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ, അതായത് ഇതാണ് കേട്ടോ ലിഗാൻസ് എന്ന് പറയുന്നത്. സെൻട്രൽ മെറ്റൽ അയോണാണ് നിക്കിൽ വരുന്നത്, അതിനെ ബൗണ്ട് ചെയ്തിരിക്കുന്ന ഇതാണ് ലിഗാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സ്ട്രോങ് ഫീൽഡ് ലിഗാൻസും ഉണ്ട്, വീക്ക് ഫീൽഡ് ലിഗാൻസും ഉണ്ട്. ക്ലാസ് കണ്ടവർക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇത് വീക്ക് ഫീൽഡ് ലിഗാൻസ് ആണെങ്കിൽ അത് സെൻട്രൽ ആറ്റവുമായിട്ട് 4 രീതിയിലാണ്, അതായത് 4 ഇതിലാണ് ബോണ്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ വരുന്ന സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെട്രാഹെഡ്രൽ സ്ട്രക്ചറാണ്, അല്ലെങ്കിൽ sp3 എന്ന് പറയും ആ ഒരു സ്ട്രക്ചറിനെ. ടെട്രാഹെഡ്രൽ അല്ലെങ്കിൽ sp3. ഇനിയിപ്പം സ്ട്രോങ് ഫീൽഡ് ലിഗാൻസ് ആണ്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻസിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. സ്ട്രോങ് ഫീൽഡ് ലിഗാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സയനൈഡ്, ഈ കേസിൽ സയനൈഡ് ഉണ്ട്, കാർബൺ മോണോക്സൈഡെല്ലാം സ്ട്രോങ് ഫീൽഡ് ലിഗാൻസ് ആണ്. കൂടാതെ NH3 അമോണിയം, പിന്നെ നൈട്രിറ്റോ N എന്ന് പറഞ്ഞിട്ടുള്ള NO2- എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ സ്ട്രോങ് ഫീൽഡ് ലിഗാൻസ് ആണ്. അപ്പോൾ വീക്ക് ഫീൽഡ് ലിഗാൻസ് എന്ന് വെച്ചാലോ Cl-, F-, I-, H2 ഒക്കെ വീക്ക് ഫീൽഡ് ലിഗാൻസ് ആണ്. അപ്പോൾ ഇവിടെ സ്ട്രോങ് ഫീൽഡ് ലിഗാൻസ് ആയിട്ടുള്ള കാർബൺ മോണോക്സൈഡും സയനോഡൊക്കെ സെൻട്രൽ മെറ്റൽ അയോണുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത് 4 ആറ്റംസ് ആയിട്ടാണെങ്കിൽ എത്രയാണ് കിട്ടുന്നത്, അത് DsP² സ്ട്രക്ചറാണ്. DsP² സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദറ്റ് ഈസ് സ്ക്വയർ പ്ലാനാർ സ്ട്രക്ചർ. ഓക്കെ, ഇനി 6 സെൻട്രൽ ആറ്റവുമായിട്ട് 6 ലിഗാൻസ് ആണ് ബോണ്ട് ചെയ്യുന്നതെങ്കിൽ വീക്ക് ഫീൽഡ് ലിഗാൻസിൻ്റെ കേസിലാണെങ്കിൽ അത് sp3d² ഹൈബ്രിഡൈസേഷനിലായിരിക്കും വരുന്നത്. ദറ്റ് ഈസ് ഒക്ടാഹെഡ്രൽ ആണ് കേട്ടോ ഈ ഒരു ഹൈബ്രിഡൈസേഷൻ്റെ നെയിം വരുന്നത്. സെയിം തന്നെയാണ് ഇവിടെയും വരുന്നത്, സ്ട്രോങ് ഫീൽഡ് ലിഗാൻസിൻ്റെ കേസിലും വരുന്നത്. ദറ്റ് ഈസ് d²sp3. ഇതും ഒക്ടാഹെഡ്രൽ സ്ട്രക്ചർ തന്നെയായിരിക്കും വരുന്നത്, ഒക്ട്. അപ്പോൾ ഈ ഒരു ഷോർട്ട് ട്രിക്ക് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഇതിൽ നിന്ന് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ നോക്കുന്നതാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് സ്ക്വയർ പ്ലാനാർ സ്ട്രക്ചർ. ഞാനിപ്പം കുറച്ച് മുൻപേ പറഞ്ഞ ആ ഒരു ഷോർട്ട് ട്രിക്ക് യൂസ് ചെയ്താൽ മതി. ഇവിടെ എല്ലാം എന്താണ്, നിക്കൽ തന്നെയാണ്, സെൻട്രൽ മെറ്റൽ അയോൺ. ഇതിൽ സ്ട്രോങ് ഫീൽഡ് ലിഗാൻസ് ആണ് സ്ക്വയർ പ്ലാനാർ മേക്ക് ചെയ്യുന്നത്. ഇവിടെ എല്ലാം എന്താണ്, 4 ലിഗാൻസ് തന്നെയാണ് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയിട്ടുള്ള ഏതാണ്, സയനൈഡ് ആണ് കേട്ടോ.
സയനൈഡാണ് ഇതിൽ മോറായിട്ട് സ്ക്വയർ പ്ലാനർ സ്ട്രക്ചർ വരുന്നത്. കാർബൺ മോണോക്സൈഡ് ഇൻ കേസ് നമുക്ക് ന്യൂട്രൽ ലിഗാൻഡായിട്ട് മാറുന്നുണ്ട്. അതായത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് നിങ്ങളിത് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പം അതിൻ്റെ എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റും കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് എന്താണ് അതും കൂടെ ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഇൻ കേസ് ചില സമയത്ത് H2O, കാർബൺ മോണോക്സൈഡ്, അമോണിയ ഒക്കെ ഇങ്ങനെ ന്യൂട്രൽ ലിഗാൻസ് ആയിട്ട് മാറാറുണ്ട് ചില കേസിൽ. അപ്പോൾ അതും കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് മൂന്നാമത്തെ ഓപ്ഷനാണ് കേട്ടോ. കാർബൺ മോണോക്സൈഡ് അല്ല, സയനൈഡിൻ്റെ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. മോസ് സാൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ഏതാണ്? മോസ് സാൾട്ടിനെ അപ്പോൾ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതാണ് മോസ് സാൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മോസ് സാൾട്ട് വരുന്നത് ഫസ്റ്റ് ബി ആണ് കേട്ടോ. അപ്പോൾ അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് അത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതായിട്ടില്ല. അത് ക്വസ്റ്റ്യനിൽ നമ്മൾ നോട്ട്സിൽ ഉണ്ടാവും മോസ് സാൾട്ട് ഏതാണെന്നൊക്കെ. അപ്പോൾ അതിൽ നോക്കാം. ഫെറസ് സൾഫേറ്റിൻ്റെയും അമോണിയം സൾഫേറ്റും റിഡോക്സ് ടൈട്രേഷൻ വഴി അത് ആഡ് ചെയ്യുന്നതാണ് മോസ് സാൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്.